ആലപ്പുഴയിലെ മോഷണത്തിൽ ജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്ന് ഡിവൈഎസ്പി എം.ആർ. മധു ആവശ്യപ്പെടുകയാണ്. കുറുവ സംഘത്തിന് സമാനമായ രീതിയിലാണ് മോഷണം നടക്കുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ CCTV ദൃശ്യങ്ങളിൽ കണ്ടതാണ്. സാധാരണ വീടുകളാണ് മോഷണത്തിന് തിരഞ്ഞെടുക്കുന്നത്. വീടിന്റെ പിറകിലെ വാതിലുകൾ സൂക്ഷിക്കണമെന്നാണ് പോലീസിന്റെ മുന്നറിയിപ്പ്. ഈ കുറുവ സംഘം, തമിഴ്നാട്ടിലുള്ള മോഷണ സംഘം, അവർ വീട്ടിലെ പിൻവാതിൽ തുറന്ന് മാത്രമേ അകത്ത് കയറുള്ളൂ. സമാനമായ രീതിയിൽ മുഖം മറച്ചുകൊണ്ട് ഇത്തരം മോഷണങ്ങൾ ആലപ്പുഴയിൽ നടക്കുന്നു എന്തായിരുന്നു കഴിഞ്ഞ ദിവസം നമ്മുടെ റിപ്പോർട്ടിൽ ഉൾപ്പെടെ ഉണ്ടായിരുന്നു. ആ പശ്ചാത്തലത്തിലാണ് ഇപ്പോൾ പോലീസ് ഇങ്ങനെ ഒരു മുന്നറിയിപ്പ് നൽകുന്നത്. ഈ സംഘത്തിൻ്റെ രീതികൾ വെച്ച് നോക്കാനാണെങ്കിൽ കുറുവ സംഘം ഇതുവരെ കേരളത്തിൽ പല ഘട്ടങ്ങളിലായിട്ട് ഓപ്പറേറ്റ് ചെയ്ത അതേ മാതൃകയിൽ തന്നെയാണ് ഇവിടെയും ഓപ്പറേറ്റ് ചെയ്തിരിക്കുന്നത്. ഇവിടെയെല്ലാം നടന്ന ഈ മോഷണങ്ങൾ, അതിൻ്റെ രീതികൾ നമ്മുടെ ഇവിടെ നടന്നിട്ടുള്ള 3-4 സംഭവങ്ങളുമായിട്ട് സാദൃശ്യമുള്ളതാണ്. അതുകൊണ്ട് തന്നെയാണ് ഞങ്ങൾ ഈ രീതിയിൽ അതിനെ നോക്കിക്കാണുന്നത്. അന്വേഷണം സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞു. അന്വേഷണത്തിൽ ഒരു 7 അംഗ പോലീസുകാരാണുള്ളത്. അവർ പല കാര്യങ്ങൾ അനലൈസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ജനങ്ങൾ വളരെ അധികം ജാഗ്രതയോടെ ഇരിക്കേണ്ട ഒരു സന്ദർഭമാണ്. സാധാരണ വീടുകളാണ്, സാധാരണ ആളുകൾ താമസിക്കുന്ന വീടുകളാണ്. അതിൻ്റെ ബാക്ക് ഡോർ വളരെ ദുർബലമായ രീതിയിലാണ്, ഒറ്റ കുളത്ത് മാത്രമേ കാണുകയുള്ളൂ. വീട്ടിലെ അംഗങ്ങളും വളരെ കുറവായിരിക്കും. ഭർത്താവ്, ഭാര്യ, കുഞ്ഞ്, അങ്ങനെയുള്ള ഒരു അന്തരീക്ഷമാണ്. അപ്പോൾ അത് പെട്ടെന്ന് മനസ്സിലാക്കിക്കൊണ്ടാണ് രാത്രിയിൽ അവർ കയറുന്നത്. അതേപോലെ അതിന് സമീപത്തുള്ള വീടുകളിലും ഇതേപോലെ തന്നെ അവർ സന്ദർശനം നടത്തുന്നുണ്ട്. വലിയ വീടുകൾ, അതിനടുത്ത് തന്നെ വലിയ രീതിയിൽ കൺസ്ട്രക്ട് ചെയ്ത വീടുകളുണ്ട്. പക്ഷെ അവിടെയൊന്നും കയറാതെ ഇത്തരം വീടുകളാണ് അവർ കയറുന്നത്. രഘുനാഥ് നാരായണനാണ് വിവരങ്ങളുമായി. രഘു, കഴിഞ്ഞ ദിവസം ഈ കുറുവ സംഘവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ പ്രേക്ഷകരോട് വളരെ വിശദമായി തന്നെ രഘു റിപ്പോർട്ട് ചെയ്യുന്നുണ്ടായിരുന്നു. ഇപ്പോൾ പോലീസ് പറയുന്നത്, അതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് കുറുവ സംഘമാണ് എന്ന തരത്തിൽ പോലീസിനും വലിയ സംശയം ബലപ്പെടുന്നു എന്നതാണല്ലോ. അവരാണ് എന്ന് ഉറപ്പിക്കുന്നുണ്ടോ? ഇപ്പോൾ എത്ര വീടുകളിൽ ഇത്തരത്തിൽ മോഷണങ്ങൾ ഉണ്ടായിട്ടുണ്ട്? ആക്രമണം ഇവരുടെ പതിവാണോ? രഘുവിലേക്ക് എത്താം. രഘുവിൻ്റെ ഫോൺ കട്ടായി എന്ന് തോന്നുന്നു. വളരെ വേഗത്തിൽ രഘുവിനെ ലഭ്യമാകും. ആലപ്പുഴയെ ഭീതിയിലാഴ്ത്തിയ മോഷണ പരമ്പരയിലാണ് ഇപ്പോൾ ജാഗ്രത പാലിക്കണമെന്ന ഒരു പൊതു അഭ്യർത്ഥന പോലീസിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്ന. രഘു, വിവരങ്ങൾ. ആലപ്പുഴയിലെ മോഷണങ്ങളിൽ ജനങ്ങൾ ജാഗ്രത പാലിക്കണം എന്ന മുന്നറിയിപ്പാണ് ഡിവൈഎസ്പി എം.ആർ. മധു നൽകിയത്. കുറുവ സംഘത്തിന് സമാനമായ രീതിയിലാണ് മോഷണം നടക്കുന്നത്. സാധാരണ വീടുകളിൽ, ഇടത്തരം വീടുകളിലാണ് ഇത്തരം മോഷണങ്ങൾ നടക്കാറ്. പിൻവാതിൽ തകർത്താണ് ഇവർ വീടിനകത്തേക്ക് കയറുക. അതാണ് അവരുടെ രീതി. പാരമ്പര്യമായി അവർ മോഷണത്തിൽ ഏർപ്പെടുന്ന ആളുകളാണ് എന്നതാണ് മനസ്സിലാകുന്നത്. അങ്ങനെയുള്ള ആ വിഭാഗത്തിൽപ്പെട്ട ആളുകൾ അവർ വീടിൻ്റെ പിൻവാതിൽ തകർത്താണ് അകത്തേക്ക് കയറാറ്. ശ്രദ്ധിക്കണമെന്ന മുന്നറിയിപ്പാണ് പോലീസിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നത്. തിരികെ